പദകൽപ്പനയെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു പ്ലോട്ട് എടുത്തു. ആ പ്ലോട്ടിന്റെ അകത്ത് നമ്മൾ വാസ്തുമണ്ഡലം എന്ന് പറയുന്ന സമചതുരത്തിലുള്ള ദിശയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു പ്ലോട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ ആ വാസ്തുമണ്ഡലം ക്രമീകരിച്ചിട്ട് ആ വാസ്തുമണ്ഡലത്തിന്റെ അകത്ത് 99, 81 നവവർഗ പദകൽപ്പന ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇതൊക്കെ വരുന്നത് വലിയ സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നവവർഗ പദകൽപ്പന എന്ന് പറയുന്നത് അത് 99, 81 പദകൽപ്പനയാണ്. പിന്നെ ഉള്ളത് അഷ്ടവർഗ പദകൽപ്പന എന്ന് പറയുന്നത്. അഷ്ടം എന്ന് പറയുമ്പോൾ 8. ഇപ്പൊ 8 × 8 64 പദങ്ങൾ വരുന്നതാണ് അഷ്ടവർഗ പദകൽപ്പന എന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് ദശവർഗ പദകൽപ്പന. ദശ എന്ന് പറയുമ്പോൾ 10. 10 × 10 100 പദങ്ങൾ വരുന്നതാണ് ആ പദകൽപ്പന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളും പറയുന്നത് 99, 81 പദങ്ങൾ വരുന്ന പദകൽപ്പനയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ആ ലൈനുകൾക്ക് ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് ഓഫ് ദി ലൈൻ അങ്ങനെ പറയുന്ന പേരാണ് സൂത്രവണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ആ സൂത്രവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 99, 81 പദങ്ങളാണെങ്കിൽ ആ പദത്തിന്റെ 12 ശരിക്കും പറഞ്ഞ സൂത്രത്തിന്റെ വണ്ണമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് 4 കെട്ട് അല്ല ചതുർശാലകൾ ചെയ്യുന്നില്ലേ, ആ ചതുർശാലകൾ കൃത്യമായിട്ട് ഇതേപോലെ 99, 80 പദകൽപ്പന ചെയ്തിട്ട് ആ പദകൽപ്പനയ്ക്കകത്ത് എവിടെയൊക്കെയാണോ സ്ഥാനം പറഞ്ഞാൽ അത് കൃത്യമാക്കി ആ ശാലകൾക്കുള്ള വിസ്താരവും കാര്യങ്ങളും കൊടുത്ത് ചെയ്യുന്ന രീതി തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോ നമുക്ക് നവവർഗ പദകൽപ്പനയെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഗ്രഹത്തിന്റെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വാസ്തുമണ്ഡലം സമചതുരത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചു. അതിന്റെ അകത്ത് ആ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും തുല്യമായിട്ട് നമ്മൾ 10 ലൈനുകൾ വരയ്ക്കും. അങ്ങനെ 10 ലൈനുകൾ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ 81 കളങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞു. ഈ 81 കളങ്ങളുടെ കൃത്യം സെന്ററിൽ വരുന്ന ആ 9 കളങ്ങൾ കൂട്ടി വരുന്ന ഒരു സ്ഥാനമുണ്ട്. അതാണ് ബ്രഹ്മാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ബ്രഹ്മപദം എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ബ്രഹ്മപദം. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ 4 കെട്ട് ഗ്രഹങ്ങളുടെ അകത്ത് നമ്മൾ ആ ബ്രഹ്മപദത്തിലാണ് ശരിക്കും പറഞ്ഞ അങ്കണത്തിന്റെ സ്ഥാനമായിട്ട് പറയുന്നത്. ഇനി ആ ബ്രഹ്മപദത്തിന്റെ തെക്ക് വശത്തുള്ള ഈ ഒരു 2, 4, 6 കള്ളികൾ വരുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് വിവസ്വാൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വരച്ചേക്കുന്ന 99, 81 പദകൽപ്പന എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് നമ്മൾ കിഴക്കുവശം വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. നമ്മുടെ വലതുവശത്ത് വരുന്ന ആ ബ്രഹ്മപദത്തിനോട് ചേർത്തിട്ടുള്ള ഈ ഒരു 6 കള്ളികൾ അത് പറയുന്ന പേരാണ് വിവസ്വാന്റെ പദം എന്ന് പറയുന്നത്. ഇവിടെയാണ് ശരിക്കും പറയാൻ നമ്മുടെ തെക്കിനിയുടെ സ്ഥാനം വരുന്നത്. അടുത്ത ബ്രഹ്മപദത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് താഴെ ഭാഗത്ത് വരുന്ന ഈ 6 പാദങ്ങൾ ഇതിന് പറയുന്ന പേര് മിത്രന്റെ പദം എന്നാണ് പറയുന്നത്. ശരിക്കും പറയാൻ നമ്മുടെ 4 കെട്ട് ഗ്രഹത്തിന്റെ അകത്ത് പടിഞ്ഞാറ്റിന്റെ സ്ഥാനമാണ് ഇവിടെ വരുന്നത്. ഇനി പറയുന്നത് ആ ബ്രഹ്മപദത്തിന്റെ ഇടത് സൈഡിലുള്ള ആ 6 കള്ളികൾ അതിനെ പറയുന്ന പേര് ഭൂപൃത്ത് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പറയുന്നത് ആ ബ്രഹ്മത്തിന്റെ മുകളിലുള്ള ഭാഗം ആ കിഴക്കുവശത്തുള്ള ഭാഗം അതിന് പറയുന്ന പേര് അതിന് ആര്യകൻ എന്ന് പറയുന്നത് ഈ 6 കളങ്ങൾ. ഇതാണ് നമ്മുടെ കിഴക്കിനായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആ ഒരു കൃത്യമായിട്ട് നവവർഗപദ കൽപ്പന ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ദർശനത്തിനനുസരിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ 4 കെട്ട് ഗ്രഹങ്ങളുടെ അകത്ത് നമ്മൾ ക്രമീകരിക്കാനായിട്ട്. അതിനുശേഷം പറയുന്നത് ഈ ഭൂപൃത്തിന്റെ കിഴക്കുവശത്തുള്ള 2 കള്ളികൾ അതാണ് ആവനും ആപോത്സനും എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ആര്യകന്റെ തെക്കുവശത്തുള്ള 2 കള്ളികൾ അതാണ് സവിതാവും സാവിത്രനും. അടുത്ത് വിവസ്വാന്റെ പടിഞ്ഞാറ് വശത്തുള്ള 2 എണ്ണം അതാണ് ഇന്ദ്രനും ഇന്ദ്രജിത്തും. അടുത്ത് മിത്രകന്റെ വടക്കുവശത്തുള്ള 2 കള്ളികൾ അതാണ് ശിവന്റെയും ശിവജിത്തിന്റെയും പറയുന്ന 2 പദങ്ങൾ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 8 പദങ്ങളും കൂടി പറയുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിന് പുറമെയുള്ള 32 കള്ളികളാണ് പറയുന്നത് ഈശാനൻ പർജന്യൻ എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ 32 പദങ്ങളും പിശാച വീതിയിൽ വരുന്നതായതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്നും വീട് നിർമ്മിക്കാൻ പാടില്ല എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഈ 99, 81 പദകൽപ്പനയ്ക്കകത്ത് പറയുന്നത് ആ സെന്റർ ഭാഗത്ത് പറയുന്ന ആ 3 എണ്ണം അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കുഴിയങ്കണം അല്ലെങ്കിൽ അതുപോലെ പറയുന്നത് അങ്കണമായിട്ട് പറയുന്ന അതാണ് ബ്രഹ്മഭവൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആദ്യം പറയുന്ന ഒന്ന്. അതിനുശേഷം അതിന്റെ കിഴക്കുവശത്തുള്ളത് പടിഞ്ഞാറ് വശത്തുള്ളത് തെക്കുവശത്തുള്ളത് വടക്കുവശത്തുള്ളത് അത് നമ്മൾ കിഴക്കിനെ തെക്കിനി പടിഞ്ഞാറ്റിനി എന്ന് പറയുന്ന ആ 4 എണ്ണം പറഞ്ഞു. അപ്പോൾ 1 + 4 5 ആയി. അതിനുശേഷം പറയുന്നത് ആ കോൺഗ്രഹങ്ങളാണ്. കോൺഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഇതിനും നമ്മൾ 2 വെച്ചാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ആ 4 സൈഡ് ആയപ്പോഴത്തേക്കും 4 × 8 ആയി. 5 + 8 13 ആയി. പിന്നെ വരുന്ന അതിന്റെ പുറത്ത് വരുന്നതാണ് 32 എണ്ണം അല്ല പിശാച വിധി അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ 32 കൂടുമ്പോൾ 13 + 32 എന്ന് പറയുമ്പോൾ 45 ആയി. പിന്നെ പറയുന്നത് വെച്ചാൽ ആ ഓരോ ദിശകളുണ്ടല്ലോ ഇപ്പൊ കിഴക്ക് വശം അല്ലെങ്കിൽ വടക്ക് വശം അല്ലെ തെക്ക് വശം അല്ലെ പടിഞ്ഞാറ് വശം ആ മഹാദിക്കിൽ ഓരോന്നും വെച്ചിട്ട് അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ട് വിധിക്കായിട്ടുള്ളതിനകത്ത് ഓരോന്നും. അപ്പം 4 + 4 8. അപ്പൊ 45 + 8 ഇങ്ങനെ 53 സ്ഥാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പദകൽപ്പനയ്ക്കകത്ത് ഓരോ സ്ഥാനങ്ങളെ പറ്റി പറയുന്നതായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓരോ സ്ഥാനത്തിനും ഓരോ പേരുകളും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല.
പിന്നീട് പറയുന്ന വാസ്തുവിലെ മർമ്മങ്ങളെ പറ്റിയാണ്. മർമ്മങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് മഹാമർമ്മങ്ങളാണ്. അപ്പൊ മഹാമർമ്മങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മബോധത്തിന്റെ അവസാനത്തെ ആ 4 കോർണർ വരുന്ന ഭാഗം, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ 4 മഹാമർമ്മങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ 4 പോയിന്റും സെന്റർ പോയിന്റും ഒരു കാരണവശാലും തൂണുകളോ സ്തൂപങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും വരാതെ വേണം നമ്മൾ നോക്കാനായിട്ട്.